എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ബഡ് റോസ് മുതൽ ഏത് ചെടികളാണെന്നും പൂക്കളില്ല എന്നുണ്ടെങ്കിൽ കാണാൻ ഭംഗിയില്ല. ഈ ഒരു വെയിലുള്ള സമയത്ത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ ചെടികളെല്ലാം പൂക്കളിട്ട് നല്ല ചിത്രശലഭങ്ങളൊക്കെ അതിൽ വന്നിരുന്ന് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ. അപ്പോൾ അതിൽ പൂക്കളൊന്നും ഇടാൻ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമാകും. പ്രത്യേകിച്ച് ബഡ് റോസുകളൊക്കെ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ പൂക്കൾ തരുന്നു എന്ന് എല്ലാവരും പറയും. പിന്നീട് മുരടിച്ച് കമ്പൊക്കെ ഉണങ്ങി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ അതിനെ നമ്മൾ പുറകെ നടന്ന് കെയർ ചെയ്താൽ നമുക്കതെല്ലാം മാറി കിട്ടും. ഞാൻ തന്നെ ഒരുപാട് ബട്ടർസ് നിലത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അതിനും റിസൾട്ട് കിട്ടുന്നത്. ആദ്യമൊക്കെ കുറച്ച് റോസകളൊക്കെ പോയിരുന്നു കേട്ടോ. ഇപ്പോൾ പക്ഷേ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജമന്തി ചെടി, ജറബറ ചെടി, ഇതൊക്കെ നല്ലപോലെ കെയർ ചെയ്താൽ മാത്രമേ അതിലും നമുക്ക് പൂക്കൾ കിട്ടത്തുള്ളൂ. നാടൻ ജമന്തിയാണെങ്കിൽ പ്രശ്നമില്ല, ഹൈബ്രിഡ് ജമന്തിയൊക്കെ നല്ല വെണ്ണം നമ്മളെ കെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ റോസ മുതൽ ഏത് ചെടിക്കും, ജമന്തി ചെടി, ജറബറ ചെടി, ഇതിനെല്ലാം കൊടുക്കാവുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഞാനിത് കൊടുത്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടി, അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെക്കുന്ന ജമന്തി ചെടിയൊക്കെ നമ്മൾ ആദ്യം ചകിരിച്ചോറിനകത്തായിരിക്കും അത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ മിക്കവാറും പേര് കുറച്ച് പേര് എന്നോട് ചോദിച്ചത് ചകിരിച്ചോറിൽ വെച്ചാൽ പിടിക്കുമോ എന്ന്. പക്ഷേ എനിക്കത് റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ അത് ചകിരിച്ചോറിൽ നിന്ന് മാറ്റി ഞാൻ മണ്ണും മണലും മിക്സ് ചെയ്യുക, 1:1 എന്ന അനുപാതത്തിൽ മണ്ണും മണലും മിക്സ് ചെയ്തിട്ടാണ് ഞാനൊരു പോട്ട് മിക്സ് തയ്യാറാക്കി കൊടുത്തത്. അപ്പോൾ എനിക്ക് അതിലാണ് നന്നായിട്ട് പിടിച്ചത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പൂക്കളൊക്കെ ഒന്ന് കരുന്നതിന് ശേഷം മാത്രമേ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാവുള്ളൂ. ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. അതിൽ നിന്ന് തന്നെ പുതിയ പുതിയ തളിർപ്പുകൾ വരുന്നത് കാണാൻ സാധിക്കും കേട്ടോ. കുറച്ച് പാടാണ് ഇത് പിടിച്ച് വരാനായിട്ട്. ആദ്യമൊക്കെ മേടിച്ചെല്ലാം പോയിരുന്നു, പിന്നീടുള്ളതാണ് പിടിച്ചു വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജമന്തി ചെടി വാങ്ങിക്കുവാണെങ്കിൽ ചകിരിച്ചോറിനകത്താണ് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങൾ റീപോർട്ട് ചെയ്യണം. മണ്ണും മണലും സമാസമം മിക്സ് ചെയ്താൽ മതി. ഒരുപാട് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒന്നും ആദ്യം ഒന്നും ചേർക്കണ്ട. വേണമെങ്കിൽ കുറച്ച് ഒരു കൈപിടി ചാണകപ്പൊടി മാത്രം ചേർത്താൽ മതി, വേറെ ഒന്നും അങ്ങനെ ചേർക്കണ്ട. പിന്നീട് നമുക്ക് നല്ല ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ഫെർട്ടിലൈസർ അങ്ങ് തോരെ ഒഴിച്ചു കൊടുക്കുകയും വേണ്ട കേട്ടോ. അപ്പോൾ ഇന്നുണ്ടാക്കുന്ന ആ ഒരു ഫെർട്ടിലൈസർ ഈ ജമന്തി ചെടിക്കും നമ്മുടെ റോസാ ചെടിക്കും അതുപോലെ എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം ഒരുപോലെ ഉപയോഗപ്രദമായ ഒരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫെർട്ടിലൈസർ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉലുവ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അത് തലേദിവസമാണ് വെള്ളം ഒഴിച്ച് വെച്ചത്. എന്നിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു അടച്ച പാത്രത്തിൽ ഇങ്ങനെ കുതിർക്കാൻ വെക്കുക കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി വേറൊരു കാര്യം വേണം. അതായത് നമ്മുടെ വീട്ടിലുള്ള പുളിച്ച തൈര്, നല്ലവണ്ണം പുളിച്ച തൈരായിരിക്കണം. അത് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ പുളിച്ച തൈര് എടുക്കാം കേട്ടോ. 1.5 ടീസ്പൂൺ മാത്രം മതി. തൈര് നമ്മുടെ മണ്ണിലുള്ള നല്ല സൂക്ഷ്മാണുക്കളെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ തൈരും വെളുത്തുള്ളിയും, അതായത് 1 ടേബിൾ സ്പൂൺ തൈരും 3-4 വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ട് സ്പ്രെയറിനകത്താക്കി നമ്മുടെ ചെടികളുടെ ഇലകളിലും തണ്ടുകളിലും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടികളുടെ മുരടിപ്പ് മാറുകയും ഫംഗൽ ബാധ മാറുകയും കീടശല്യം മാറുകയും ഒക്കെ ചെയ്യും. ഉലുവ നല്ലൊരു പൂക്കളുണ്ടാവാനായിട്ടും ചെടികളുടെ മുരടിപ്പ് മാറാനായിട്ടും ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉലുവയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തൈരും ഉലുവയും കൂടെ ആകുമ്പം നല്ല റിസൾട്ടാണ്. നമ്മുടെ ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ടും ചെടികളുടെ മുരടിപ്പ് മാറാനായിട്ടും കീടശല്യം മാറാനായിട്ടും ഫംഗൽ ബാധ മാറാനായിട്ടും മഞ്ഞളിപ്പുള്ള രോഗങ്ങളൊക്കെ മാറാനായിട്ടും വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഉലുവയും 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു കേട്ടോ. ഇത് രണ്ടും അരച്ചെടുത്തതിന് ശേഷം നമുക്കിനി കൊടുക്കേണ്ടത് കഞ്ഞിവെള്ളത്തിലേക്കാണ്. നമുക്ക് അന്നെടുത്ത കഞ്ഞിവെള്ളത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ നമ്മൾ ഇത് പുളിപ്പിക്കാൻ പോകണം. ഇത് പുളിപ്പിക്കുമ്പോഴാണ് ഇതിനകത്തെ നല്ല ബാക്ടീരിയകളൊക്കെ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ ധാരാളം നൈട്രജൻ കണ്ടന്റ് നമ്മുടെ തൈരിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ചെടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ ഈ ഉലുവയുടെ വെള്ളം നമുക്ക് ഇതുപോലെ ഊറ്റിയെടുത്തിട്ട് നമ്മുടെ ചെടികളിലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് കഞ്ഞിവെള്ളം എടുക്കാം. ഇത് പിന്നെ പിറ്റേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. ഒരു ദിവസം വെച്ച് പുളിപ്പിച്ചെടുത്താണ്, ഒത്തിരി ദിവസം ഒന്നും പുളിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഓൾറെഡി നമുക്ക് പുളിച്ച തൈരും തലേ ദിവസം കുതിർത്ത ഉലുവായും എല്ലാം ഉണ്ട്, അത് ധാരാളം മതി. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം പുളിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളവും, എന്നിട്ട് ഞാനിത് 4 ലിറ്റർ വെള്ളത്തിലേക്ക് ഈ ഒരു ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ തൈരും ഉലുവയും കൂടെ ചേർത്തരച്ച മിശ്രിതം നമുക്ക് തലേ ദിവസം ചെയ്തെടുത്താണ്. പുളിച്ച തൈരുമാണല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഉടനെ തന്നെ ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ തൈരും ഉലുവയും അരച്ചതും അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും ചേർത്ത് വേണമെങ്കിൽ 2-3 ദിവസം കുളിപ്പിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കും. കുറച്ചുകൂടി നല്ലതാണ്. നല്ല ബാക്ടീരിയകൾ ഒരുപാട് ഉണ്ടാകും അതിനകത്ത്. നമ്മുടെ ഇത് നല്ല മണ്ണിലുള്ള നല്ല സൂക്ഷ്മാണുക്കളെ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ഈ തൈര് മണ്ണിലുള്ള pH ലെവലൊക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ടും വളരെയധികം സഹായിക്കുന്നു കേട്ടോ. അപ്പോൾ പുളിപ്പ് രസമുള്ള ഒരു മണ്ണാണ് നമ്മുടെ ആ ഒരു റോസാ ചെടികൾക്ക് വളരെ നല്ലത്. അപ്പം നമുക്കിത് ഈ ഒരുപാട് തൈരാവരുത് കേട്ടോ. 1.5 ടേബിൾ സ്പൂണിൽ കൂടുതലാകരുത്, കുറച്ച് മതി.
അപ്പോൾ ഇത് ഞാൻ ഒരു 4-4 ലിറ്റർ വെള്ളത്തിലോളം മിക്സ് ചെയ്തിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഓരോ കപ്പ് വീതം നമ്മുടെ എല്ലാ ചെടികൾക്കും കൊടുക്കാം. പച്ചക്കറി തൈകൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ റോസയ്ക്ക്, ജമന്തി, ചെത്തി എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഓരോ കപ്പ് വീതം ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം നല്ല റിസൾട്ടാണ്, നല്ലവണ്ണം പൂക്കളുണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഇത് കൊടുക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ രാവിലെയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ ഈ ഒരു കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ഈ തൈരും ഉപയോഗിച്ചുള്ള കൂടും നമ്മുടെ ചെടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും നല്ലപോലെ ആ ഒരു എന്താ പറയുക ചെടി നല്ല പച്ചപ്പോടുകൂടിയൊക്കെ നിൽക്കാനായിട്ടും ഒക്കെ വളരെയധികം സഹായിക്കുന്നു. തണുപ്പാണ് കഞ്ഞിവെള്ളത്തിന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളിൽ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലവണ്ണം ആ ചെടി കരുത്തോടുകൂടി വളരാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ, നല്ല റിസൾട്ടാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ചെടികളുടെ എന്താ പറയുക ഫംഗലൊക്കെ ഉള്ള ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. കാരണം ഫംഗൽ ബാധയൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. നമ്മുടെ ഈ ഓർക്കിഡിന് അടിയിൽ ഈ എന്താ പറയുക എന്തോ പ്രാണികളുടെ ശല്യം വന്ന് ഓർക്കിഡിൻ്റെ അടി ഇങ്ങനെ ഈ കേടുപോലെ വരാറുണ്ട് ഓർക്കിഡ് ചെടികളിൽ. അതായത് ഗ്രൗണ്ട് ഓർക്കിഡാണ്. അപ്പോൾ അതിന് ഞാൻ ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ല മാറ്റമുണ്ട്. 1 ടേബിൾ സ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ചത് അതും നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല.